ഇപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഈ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ല എന്ന് പറയുന്നു. പക്ഷേ ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KCB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് KCB തന്നെ ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മിനിസ്റ്റർ നടപടിക്ക് ശുപാർശയില്ലാത്തത്? ഇല്ല, നടപടിക്ക് നടപടി അത് അന്വേഷിച്ചിട്ട് ആരാ കുറ്റക്കാർ കണ്ട നടപടി എടുക്കാൻ ഇന്നലെ ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഇന്നലത്തെ യോഗത്തില്. അപ്പോൾ ഈ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിക്കുന്നു എന്നാണോ? പരിഗണിക്കുന്നു. നടപടി ഉണ്ടാകും അല്ലേ? നടപടി ഉണ്ടാവും. യെസ്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും അല്ലേ മിനിസ്റ്റർ? അതെ, ആരാണ് കുറ്റക്കാർ അവർക്കെതിരായ നടപടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും തെറ്റ് സമ്മതിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അതെ, നമ്മളുള്ളത് വസ്തുത ശരിയായിട്ട് പറയണല്ലോ. നിലവിൽ വന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശമില്ലല്ലോ മിനിസ്റ്റർ. നിലവിൽ വന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സേഫ്റ്റി കമ്മീഷൻ സംഭവിച്ച അത് പോരാ എന്താണെന്നല്ല ചെയർമാൻ ACS ഉണ്ടായിരുന്ന യോഗത്തില് ഞങ്ങളെല്ലാം ആ യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് ഒരു നടപടി ഉണ്ടാകണമെന്ന് പറയുന്നത് കുറ്റക്കാരെങ്കിലും അവർക്കത് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ അല്ലേ മിനിസ്റ്റർ? അതെ അതെ. ശരി, വളരെ നന്ദി. വൈദ്യുതി മന്ത്രിയാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും റിപ്പോർട്ടിൽ, അതായത് KCB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നത്. ഈ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ, പക്ഷെ അങ്ങനെയല്ല, ഈ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KCB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് KCBയുടെ തന്നെ ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, മന്ത്രി തന്നെ നമ്മോട് പറയുന്നു അങ്ങനെയല്ല, ഇവിടെ നടപടി ഉണ്ടാകും. ഇന്നലെ നടന്ന യോഗത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ വീഴ്ച സംഭവിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും ഇന്നലെ തന്നെ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ വിശദാംശമാണ് നമുക്കിപ്പോൾ വൈദ്യുതി മന്ത്രി പങ്കുവച്ചത്. അതായത് ഈ ഒരു തുടർച്ചയായി വരുന്ന സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ലൈൻ പൊട്ടി വീണും മറ്റും അപകടങ്ങളും ജീവൻ നഷ്ടമാവുന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെയും ചീഫ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഒരു യോഗം വൈദ്യുതി മന്ത്രി ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വകുപ്പ് തല നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്കറിയാം, സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടും മാത്രമല്ല മാനേജറെ പുറത്താക്കിയുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടി, അതായത് അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. അപ്പോൾ KCB ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും കാലതാമസം വന്നിട്ടും ഒരു കൃത്യമായ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കാലതാമസം നേരിടുന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതും ആ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഇല്ല എന്നുള്ളൊരു ചൂണ്ടിക്കാട്ടലും ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു യോഗം ചേർന്നതും ഇപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ നമ്മോട് പങ്കുവെച്ചത് ഇത്തരത്തിലൊരു നടപടി എന്തായാലും ഉണ്ടാകും. കൂടുതൽ കൃത്യമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, വ്യക്തിഗത വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. കാരണം വിദ്യാഭ്യാസ വകുപ്പടക്കം കൃത്യമായ അന്വേഷണം, വിശദീകരണം എല്ലാം തേടിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ പ്രധാനാധ്യാപികയും ഒപ്പം തന്നെ ഈ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സർക്കാർ ഈ ഭരണ സംവിധാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ KCBയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭവ്യ. ശരി, സാരംഗ് സുധാകരനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.